എന്താ ഇത്? എന്ത് തോന്നിയാസം കാണിക്കാവുന്നോ? സോറി സർ, വണ്ടിയുടെ ബ്രേക്ക് പോയതാ. അത് മാത്രം പറയരുത്. രാവിലെ വണ്ടി എടുക്കുന്നത് തൊട്ടും പോലെ എന്റെ ബ്രേക്ക് ചെക്ക് ചെയ്താ കണ്ട, ഒരു കുഴപ്പമില്ല. സാറിന്റെ വണ്ടിയുടെ ബ്രേക്ക് അല്ല പോയത്, എന്റെ വണ്ടിയുടെയാ. എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞുകൂടായിരുന്നു. അത് ശരി, എൽബോർഡാണല്ലേ? പഠിച്ചു വരുന്നതേ ഉള്ളൂ. പിന്നെ പറയുന്നത് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം. ഈ ബിസി റോഡിൽ കിടന്ന് ഡ്രൈവിംഗ് പഠിക്കുന്നതിനേക്കാളും വല്ല മൈതാനത്തും പോയി പഠിക്കുന്നതല്ലേ നല്ലത്? വളരെ ശരിയാണ് സർ. ഇപ്പൊ തന്നെ സാർ ഒരു ശുദ്ധ ഹൃദയനായതുകൊണ്ട് എന്നോട് ക്ഷമിച്ചു. വെയിറ്റ്, ഞാൻ ക്ഷമിച്ചു എന്ന് തനിക്ക് എങ്ങനെ അറിയാം? സാറിന്റെ മുഖം കണ്ടാൽ തന്നെ അറിയാലോ. സാർ സി ഐ ആണെന്ന് എന്റെ മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? അതല്ല, സാർ ജീപ്പിന്റെ മുന്നിൽ നിന്ന് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇൻസ്പെക്ടറായി വേഷമിട്ട് സിനിമാ നടി ജയനെയാണ് എനിക്ക് ഓർമ്മ വരിക. കളിയാക്കരുത്. മസിൽ അല്പം കൂടുതലുണ്ടെന്ന് കരുതി കളിയാക്കരുത്. അല്ലെങ്കിലും കുട്ടിക്ക് ഡിപ്പാർട്ട്മെന്റിന്റെ കഷ്ടപ്പാടുകളെ കുറിച്ച് എന്തറിയാം? എല്ലാം മുകളിലിരിക്കുന്ന ഒരാൾക്ക് മാത്രം അറിയാം. അങ്ങനെയല്ല, എന്റെ തലയിൽ മാത്രം കെട്ടി വെക്കണ്ട. സാറിനും കുറച്ചൊക്കെ അറിയാം. താനെന്താ അവിടെ കയറിയിരിക്കുന്നത്? അതെ, ഇരിക്കുമ്പോ നേരാവണ്ണം ഇരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഏതായാലും കൈ ഒന്നതാ. ഹെൽപ്പ് മീ. പിന്നെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാൻ സേഫായി. സാറിന് അപകടമൊന്നും പറ്റിയില്ലല്ലോ. സമാധാനം. വാസ തന്നെയും കൊണ്ട് ഇറങ്ങി തിരിച്ചപ്പോഴേ ഞാൻ വിചാരിച്ചതാ ഇന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. കുട്ടി പൊക്കോളൂ. താങ്ക് യു സർ. ഇനി എപ്പോഴും നമ്മൾ കാണുക? എന്തിനാ? വെറുതെ ഒന്ന് കാണാൻ. അതെന്തിനാ വെറുതെ കാണുന്നത്? ഈ സാറിന്റെ ഒരു കാര്യം, എന്തെങ്കിലും കാര്യം ഉണ്ടാകും സാറേ. സാറിനറിയില്ലേ, പലപ്പോഴും ഇത്ര ആക്സിഡന്റ് നിന്നാണ് പ്രേമം പൊട്ടിവെക്കുന്നത്. അതൊക്കെ സിനിമയില്. അത് മാത്രമല്ല, ഇയാൾ ആള് പാവ. ഇനി അഥവാ ആരെങ്കിലും എന്നെ ട്രാപ്പ് ചെയ്യാൻ പറഞ്ഞാൽ പോലും ഇയാൾ അതിന് കൂട്ടുവെക്കില്ല, അല്ലേ? അപ്പോ കാണാം. വണ്ടി എടുക്ക. വരട്ടുമാ? ശരി സാർ. സോറി സർ. പറവായില്ലേ പാപ്പ? അത് ഞാൻ അറിയാതെ. കുഴപ്പമില്ലെന്നേ. വരട്ടെ സർ. ഹലോ. நல்ல அழகான பாப்பா, பாக்குறதுக்கு கண்ணுக்கு குளிர்மையா இருக்குது. யாரு கண்ணா அந்த பாப்பா? என்ன உங்களுக்கு பிடிச்சிருக்கா? பிடிச்சிட்டேன்னா பலம். நான் ட்ரை பண்ணட்டுமா? ஐயோ, கிடைக்குமாடா கண்ணா? கிடைக்கும், கிடப்ப வைப்பேன். சொன்னா பண்ணி கொடுக்கணும், இல்லைன்னா டென்ஷன் ആയിടുവേ. பண்ணுவேன், பண்ண வைப்பேൻ. ശരിക്കും അയാൾ സിന്ധുവിന്റെ ബോഡി ടച്ചിങ്ങിൽ വീണിരിക്കുക. ഇന്ന് വൈകുന്നേരം വരെ അയാളുടെ മനസ്സിൽ സിന്ധുവായിട്ടുള്ള സംഗമത്തിന് സ്വപ്നങ്ങളായിരിക്കും. കണക്കുകൾ കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോൾ ലാഭം എനിക്ക് തന്നെയാണ്, അല്ലേ അഴകപ്പൻ? അതെ. നാളത്തെ സൂര്യോദയം കാണാൻ തേവർക്ക് കഴിയില്ല. വിളിക്ക്, ഇന്ന് രാത്രി നമ്മൾ പറയുന്നിടത്ത്. ஹலோ, தேவர் சாரா? அந்த பொண்ணு ரெடியா இருக்கு. ஆமா சார், ഇന്ന് രാത്രി ഷാർപ്പ് 7 o'clock ആലത്തൂർ ബ്രിഡ്ജിക്ക് വന്നാ പോതും. ഞാനും പറഞ്ഞേ, അന്ത പാപ്പ ഇവിടെ. ഓക്കെ. ഒരു രണ്ടാം അംഗത്തിന് തയ്യാറെടുത്തോളൂ. പൊള്ളാച്ചി തേവർ. ആലത്തൂർ പാലം. ഷാർപ്പ് 7 o'clock. കൃത്യസമയത്ത് തന്നെ എത്തിയല്ല. അഴകാന പാപ്പ വന്നോ? കിടന്ന് പിടയ്ക്കാതെ അഴകാന പാപ്പനെ മുഴുവനോടെ കാണിച്ചു തരാം. സിന്ധു, മാമാ, ഞാൻ സമ്മതിച്ചു മാമാ. അയ്യോ, ശീക്രം മാമാ, നമുക്ക് ഹോട്ടലിലേക്ക് പോരാൻ പാപ്പ. ഹോട്ടലും ഫ്ലാറ്റും ഈ കുട്ടി വരില്ല. പിന്നെ വേണമെങ്കിൽ ഇവിടെ. അയ്യോ, ഇങ്ങ എപ്പടി? இந்த வண்டியை பாத்தியா? ஆமா. இதுக்கு உள்ளப்போ அப்புறம் ஜோலியா புகழ்ந்து விளையாடு. ஐயோ, இதுதான் லேட்டஸ்ட் ஃபேஷன். மாமா சொன்னா நீதான் இன்டர்நேஷனல் மாமாடா. வாமா, போகலாம். டைம் வேஸ்ட் பண்ண வேண்டாம். செல்லு செல்லு பாப்பா.
മോളെന്റെ പേര് മറന്നിട്ടില്ല താൻ. നീ എന്ത് കരുതി ഇവളെ കുറിച്ച്? നിനക്കായി കിടക്ക വിരിക്കുന്ന അഭിസാരികയാണെന്നോ? നിനക്കോർമ്മയുണ്ടോ, ശരീരത്തിലെ അവസാന രക്തം വാർന്നൊഴുകുമ്പോഴും ജീവിക്കാൻ വേണ്ടി യാചിച്ച് നിന്റെ കാല് പിടിച്ച് കേണപേക്ഷിച്ച ഒരു CI വിഷ്ണുവിനെ സ്വന്തം മാനം നശിപ്പിക്കരുതേ എന്ന് നെഞ്ചിലടിച്ച് കരുണയ്ക്കായി കെഞ്ചിയ 2 പെൺകുട്ടികളെ? உன் திமிர் இன்னும் அடங்கலையா? உன் ஹஸ்பண்ட் நான் இந்த கையால தான் முதல் குத்து குத்தியது. அவனோட நெஞ்சு பிளர்ந்த அதே கையால ഇവന്റെ ദുഷിച്ച രക്തം ഇവിടെ വീണാൽ ഈ മണ്ണിന്റെ വിശുദ്ധി കൂടി നഷ്ടപ്പെടും. ഇവനായി കാത്തു നിൽക്കുന്ന ഇവന്റെ ആത്മമിത്രം വാവച്ചന്റെ അടുത്തേക്ക് അയക്കും ഞാൻ ഇവനെ. പൊളിച്ചടുക്കും മേഡം അവനെ. Come on. Come on, fast. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്. ഉനക്ക് എന്നെ വേണമോ തരല. കഴിയില്ല സോദരെ, ഞാൻ ചോദിക്കുന്നതൊന്നും തരാൻ നിനക്ക് കഴിയില്ല. സ്വന്തം പതിയെ കള്ളനാക്കി കഴിവിലേറ്റിയ
പാണ്ഡ്യ മന്നന്റെ കഥ നിനക്കറിയില്ലേ? ഭർത്താവിന്റെ മരണത്തിന് ഉത്തരവാദിയാക്കിയ ആ രാജന്റെ ചെങ്കോലൊടിച്ച് പാണ്ഡ്യദേശത്തെ ഒരൊറ്റ രാത്രി കൊണ്ട് വെന്ത് വെണ്ണീറാക്കിച്ച കണ്ണകിയുടെ കഥ. അതുപോലെ നീയും നിന്റെ ആൾക്കാരും അനാഥയാക്കിയ എന്റെ കഥ നിനക്ക് ഓർമ്മയുണ്ടോ? മരണം മുഖാമുഖം കാണുമ്പോൾ ജീവിക്കാൻ ആശ തോന്നുന്നല്ലേ? മേലിൽ നിന്റെ നിഴൽ പോലും ഒരു പെണ്ണിനെയും തീണ്ടരുത്. ഗുഡ് മോർണിംഗ് സർ. രാജ്യത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട സിഐക്ക് ഇപ്പൊ കൂനിന്മേൽ കുരുവെന്ന പോലെയായി. ഒന്നിനുമേൽ ഒന്നായി കേസുകൾ വന്ന് കുമിഞ്ഞു കൂടുകയല്ലേ. ഒരെണ്ണം അന്വേഷിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് ഇപ്പൊ 3 കഴിഞ്ഞു. ഈ ബന്ധം ഹർത്താലും ഒക്കെ നിരോധിക്കുന്ന പോലെ കൊലപാതകങ്ങൾ നിരോധിക്കാനുള്ള ഏർപ്പാടുണ്ടാവണം സർ. നോൺസെൻസ്. എടോ, തന്നെ കൊണ്ട് ഈ പണിക്ക് പറ്റില്ലെങ്കിൽ ഈ കാക്കിയും തോക്കൊക്കെ ഊരി വെച്ച് വേറെ വല്ല പണിയും നോക്കണോ? സോറി സർ, ജോലിക്ക് ഞാൻ ഫിറ്റാണെന്ന് തീരുമാനിക്കേണ്ടത് എന്റെ ഡിപ്പാർട്ട്മെന്റ് ആണ്. രാഷ്ട്രീയക്കാരുടെ പാരലൽ ഫോഴ്സിന് മറുപടി പറയേണ്ട ബാധ്യതയൊന്നും എനിക്കില്ല. ഞങ്ങൾ നേതാക്കന്മാർ വിചാരിക്കുന്നത് പോലെ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ നടക്കൂ. കുറ്റവാളികളെ കണ്ടുപിടിക്കാൻ തലക്കകത്ത് എന്തെങ്കിലും വേണ്ടേ? കഴിവുകേട് സമ്മതിച്ച് പിന്മാറിക്കോ. ഡൽഹിയിൽ നിന്നും ബുദ്ധിയും ശക്തിയും ചങ്കുറപ്പുമുള്ളവരെ ഞാൻ കൊണ്ടുവരും. നിങ്ങളുടെയൊക്കെ താളത്തിനൊത്ത് തുള്ളുന്ന കുറെ പാവകളെ ഇറക്കുമതി ചെയ്ത് ലോക്കൽ പോലീസിന്റെ മൊറൽ തകർക്കുന്ന ഏർപ്പാടൊന്നും ഇനി ഇവിടെ നടക്കില്ല സർ. Then get prepared to accept your suspension order within 48 hours. Make it 24 hours sir. You can suspend me, dismiss me or transfer me. I don't mind. പക്ഷേ ആ ഓർഡർ കൈപ്പറ്റുന്നതിന് മുമ്പ് എന്റേതായിട്ടുള്ള ചില ഫൈൻഡിങ്സ് സ്റ്റേറ്റിലെയും സെന്ററിലെയും ഹോം മിനിസ്റ്റർക്ക് ഞാൻ കൈമാറും. I don't care. You have to. ബിസിനസ് സാമ്രാജ്യം സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് കൂടെയുള്ള 2 ബിസിനസ് പാർട്ട്നേഴ്സിനെ നിങ്ങൾ കൊല്ലിച്ചേർന്ന ഒരു കൺക്ലൂഷനിലെത്തി. അത് പത്രക്കാർക്ക് ഞാൻ ലീക്ക് ചെയ്താൽ സാറിന്റെ പൊളിറ്റിക്കൽ കരിയർ മന്ത്രിസ്ഥാനമൊക്കെ എന്ന് സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കും. MLA പോയിട്ട് ഇലക്ഷനിൽ ഒരു കാൻഡിഡേറ്റ് പോലും ആകാൻ കഴിയാതെ മാസ് ലീഡർ വിശ്വനാഥൻ. Shut up, you fool. Better you keep your mouth shut. That will be better for me, for you and for my investigation. Goodbye. സാറേ, എന്തിനാ ഈ മാലയും പോക്കെ കൊണ്ടുപോകുന്നത്? അകത്താരെങ്കിലും മരിച്ചു കാണും. ഓ, ഞാൻ ഊഹിച്ചു. കഷ്ടം. അപ്പൊ പിന്നെ ഈ റീത്തിന്റെ ഉപയോഗം എന്താ? അത് കല്യാണത്തിന് പോകണല്ലേ? മോഹൻദാസ് ഉണ്ടോ ഇവിടെ? അവന്റെ അമ്മയുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ. ദേവരുടെയും പാവച്ചന്റെയും ഭരണത്തിൽ അവന് എന്നെ സംശയമുണ്ടെന്ന്. ആ വിശ്വട്ട ഒരു ഗ്ലാഡ് ന്യൂസ് ഉണ്ട്. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടന്നു. സ്ത്രീവിവാദ കേസുമായി ബന്ധപ്പെട്ട് മന്ത്രി കനകദാസ് രാജിവെച്ചു. പാർട്ടി ഇപ്പൊ ആ സ്ഥാനത്തേക്ക് വിശ്വട്ടനെ തെരഞ്ഞെടുത്തിരിക്കുന്നേ. മെസ്സേജ് ഇപ്പൊ എത്തും. അറിഞ്ഞ പാടെ ഞങ്ങൾ ഫോണിലും മൊബൈലും ട്രൈ ചെയ്തു, പക്ഷെ രണ്ടും കിട്ടുന്നില്ല. കനകദാസിന്റെ രാജി അവന്റെ ആൾക്കാരുടെ അനാവശ്യ ഫോൺ കോൾ ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലം മൊബൈൽ ഓഫ് ചെയ്തു. അത് നന്നായി. ഭരിക്കാൻ പോകുന്ന മന്ത്രിക്ക് ഞങ്ങളുടെ അഭിവാദ്യങ്ങൾ. സത്യപ്രതിജ്ഞ ഉടനെ തന്നെ ഉണ്ടാവും. എന്തൊക്കെയുണ്ട് കനകദാസ്? രാജഭാരം കൈവിട്ടു പോയ ശേഷം കേവലം ഒരു പ്രജയുടെ സ്ഥാനം പോലും ഇല്ലാതായി പാർട്ടിയിൽ നിനക്ക്, അല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിന്നെ ഉയർത്തി അങ്ങ് വാഴ്ത്തപ്പെട്ടവനാക്കിവൻ ഞാൻ. അതേ കസേരയിൽ നിന്നും പിടിച്ച് താഴെ ഇറക്കി നിനക്കായി പട്ടട തീർത്തതും ഈ വിശ്വനാഥൻ.
മൈ ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. പുതുവർഷ പിറവിയിൽ മന്ത്രിപദം അലങ്കരിക്കാൻ പോകുന്ന താങ്കൾക്ക്. എന്നാൽ മിസ്റ്റർ വിശ്വം, സത്യപ്രതിജ്ഞാ കർമ്മം കഴിഞ്ഞ് അങ്ങ് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് നീണാൾ വാഴാമെന്നുള്ള മോഹമാണെങ്കിൽ അത് വേണ്ട. മാറി നിൽക്കടി മുമ്പീന്ന്. എനിക്കറിയാം ഇവിടെ നടന്ന കൊലപാതകങ്ങളുടെ പിന്നിൽ ജീർണിച്ച് മണ്ണോട് മണ്ണടിഞ്ഞ നിന്റെ പഴയ പ്രതികാരത്തിന്റെ തിളപ്പാണെന്ന്. തീർക്കും ഞാൻ. സത്യപ്രതിജ്ഞ കഴിഞ്ഞാൽ ആദ്യമേ തുക നിന്റെ അടുത്തോ നിനക്കായി തീർത്ത വിലങ്ങുമായി ഈ കൈകളിൽ അണിയാൻ കഴിയില്ല മിസ്റ്റർ വിശ്വനാഥൻ. അതിനു മുൻപ് അയക്കും ഞാൻ നിന്നെ, വാവച്ചനെയും തേവരെയും അയച്ച അതേ ഇടത്തേക്ക്. 5 വർഷത്തെ ബോംബെ ഡൽഹി ജീവിതത്തിൽ ഞാൻ കയറിയിറങ്ങിയ വഴികൾ, യാതനകൾ, ഇവയെല്ലാം സഹിച്ച് കാശ് നേടുമ്പോഴും ഈശ്വരനോട് ഞാൻ ഒന്നേ ആവശ്യപ്പെട്ടിരുന്നുള്ളൂ, നീ അടക്കമുള്ള രാജ്യദ്രോഹികളെ ഞാൻ എത്തും വരെ ജീവനോടെ വച്ചേക്കണമേ എന്ന്. മരണത്തിന്റെ കവാടം നിനക്കായി തുറക്കപ്പെട്ടു കഴിഞ്ഞു. 5 വർഷത്തെ അജ്ഞാതവാസത്തിന് ശേഷം ഈ പാർവതിക്ക് വരുന്ന പട്ടാഭിഷേകമാണത്. സത്യപ്രതിജ്ഞാ കർമ്മത്തിനു വേണ്ടി നിനക്കായി നേരുന്ന ആദ്യത്തെ എന്റെ മരണാശംസകൾ. വരട്ടെ മിസ്റ്റർ വിശ്വനാഥൻ. ഗുഡ് ബൈ ആൻഡ് ഗുഡ് ലക്ക്.